നിയമനവുമായി ബന്ധപ്പെട്ട് NSS ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സിംഗിൾ ബെഞ്ചിൽ കേസ് ഫയൽ ചെയ്തു. അത് തള്ളിയതിന്റെ അടിസ്ഥാനത്തിൽ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ ഫയൽ ചെയ്യുകയും അത് തള്ളിയതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയുണ്ടായി. പ്രസ്തുത കേസിൽ NSS മാനേജ്മെന്റുകൾ ആവശ്യപ്പെട്ട പ്രകാരം ഭിന്നശേഷിക്കാർക്ക് വേണ്ടി സ്കൂളിൽ മാറ്റിവെച്ചിട്ടുള്ള തസ്തികകൾ ഒഴിച്ച് ബാക്കി എല്ലാ ജനറൽ കാറ്റഗറിയിലെ തസ്തികകളിലേക്ക് നിയമന അംഗീകാരം നൽകണമെന്ന NSSന്റെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി 2025 മാർച്ച് മാസം 4 വിധി പ്രഖ്യാപിച്ചു. ഈ സന്ദർഭത്തിൽ NSSന് നൽകിയ അനുമതി തങ്ങൾക്കും ബാധകമാണെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിവിധ മാനേജർമാരുടെ ഭാഗത്തു നിന്ന് ശക്തമായ ആവശ്യം ഉയർന്നു വന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അഡ്വക്കേറ്റ് ജനറലിന്റെയും നിയമവകുപ്പിന്റെയും നിയമോപദേശം ആരാഞ്ഞു. അവിടെ നിന്ന് കിട്ടിയ നിയമോപദേശത്തിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധി NSSന് മാത്രം ബാധകമാണെന്നും മറ്റുള്ളവർക്ക് അതിന്റെ ആനുകൂല്യം ലഭ്യമല്ല എന്നും പറഞ്ഞു. ഈ സന്ദർഭത്തിൽ NSS നൽകിയ വിധി മറ്റുള്ളവർക്കും ബാധകമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഗവൺമെന്റ് തന്നെ മുകളിൽ പറഞ്ഞ സത്യവാങ്മൂലം സുപ്രീം കോടതി ഫയൽ ചെയ്തു. പ്രസ്തുത സത്യവാങ്മൂലത്തിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞ സമിതി രൂപീകരണം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കിയ സാഹചര്യത്തിൽ ജനറൽ കാറ്റഗറിയിൽ നിയമിക്കപ്പെട്ട അധ്യാപകർക്ക് നിയമനാംഗീകാരത്തിന് അപ്രൂവൽ നൽകുന്നതിന് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നായർ സർവീസ് സൊസൈറ്റിക്ക് നൽകിയിട്ടുള്ള ഉത്തരവ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ അനുമതിക്ക് വിധേയമായി സമാന സ്ഥിതിയുള്ള മറ്റ് മാനേജ്മെന്റുകൾക്കും ബാധകമാക്കുമെന്നാണ് സർക്കാർ നയം. ഇത് സംബന്ധിച്ച് സർക്കാർ സുപ്രീം കോടതിയുടെ അനുമതി തേടിയിരിക്കുകയാണ്. ഈ കേസ് 2026 ഫെബ്രുവരി മാസം 2 കോടതിയുടെ പരിഗണനയ്ക്ക് വന്നെങ്കിലും അത് 2026 ഏപ്രിൽ 14 മാറ്റിവെച്ചിരിക്കുകയാണ്. ഇതിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഉത്തരവ് പുറപ്പെടുവിക്കുന്നതോടെ ഭിന്നശേഷി വിഷയവുമായി ബന്ധപ്പെട്ട് പ്രൊഫഷണൽ ദിവസവേതന അടിസ്ഥാനത്തിൽ തുടരുന്ന എല്ലാ അധ്യാപകർക്കും അവരുടെ നിയമന തീയതി മുതൽ തന്നെ സ്ഥിര നിയമനം നൽകുവാൻ സാധിക്കുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. ഇതാണ് മന്ത്രി വ്യക്തമാക്കിയ കാര്യം. എന്തായാലും എന്താണ് ഇപ്പോഴത്തെ പ്രഖ്യാപനത്തിന് പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട്, അത് വ്യക്തമാണ്. കാരണം അത് നിയമസഭയ്ക്കുള്ളിൽ ഈ പ്രസ്താവന നടത്തി രേഖാമൂലം സംസ്ഥാന നിയമസഭയ്ക്ക് മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കോൺഫിഡൻസോടെ ഇരിക്കുക, സർക്കാർ ഒപ്പമുണ്ട്. ഈ ഒരു പ്രതീതി ജനിപ്പിക്കാനാണ് സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും ഇതിനകത്ത് ശ്രമിച്ചിരിക്കുന്നത് എന്നതുകൂടി ശ്രദ്ധേയമാണ്. വി അരുൺ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അരുൺ, ഈ സഭയിൽ ഒരു പ്രത്യേക പ്രസ്താവന വിദ്യാഭ്യാസ മന്ത്രി നടത്തിയതിന് പിന്നിൽ ക്രൈസ്തവ മാനേജ്മെൻറ്റുകളെ ഒപ്പം നിർത്താനുള്ള ശ്രമം കൂടിയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ ക്രൈസ്തവ മാനേജ്മെൻറ്റുകൾ എതിരായി എന്നൊരു നിലപാട് കൂടി അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ടുകൂടി കണക്കെടുത്താണോ നേരത്തെ കൊടുത്ത ഉറപ്പിന് പുറമെ സഭയ്ക്കകത്തും ഒരു പ്രസ്താവന പ്രത്യേകം നടത്തേണ്ടി വരുന്ന സാഹചര്യം? അതുതന്നെയാണ്. ക്രൈസ്തവ മാനേജ്മെന്റുകൾ വലിയ എതിർപ്പിലായിരുന്നു ഭിന്നശേഷി സമരവുമായി ബന്ധപ്പെട്ട സർക്കാർ നിലപാടിൽ. അവർക്ക് വലിയ ആശങ്കയുണ്ട്. അവരെ ഒന്നുകൂടി വിശ്വാസം എടുക്കുക തന്നെയാണ് സർക്കാർ നിലപാട്. കഴിഞ്ഞ ദിവസവും ചില സമരങ്ങളൊക്കെ തിരുവനന്തപുരത്തടക്കം നടന്നിരുന്നു ഭിന്നശേഷി സമരവുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ NSSന് ലഭിച്ച ആനുകൂല്യങ്ങളെല്ലാം അതേപടി ക്രൈസ്തവ മറ്റു വിഭാഗങ്ങൾക്ക് ലഭിക്കുമെന്ന ഉറപ്പാണ് ഇതിലൂടെ സർക്കാർ നൽകുന്നത്. സഭയിൽ ഇന്ന് ചട്ടം 300 അനുസരിച്ച് മന്ത്രി വി ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രി പ്രത്യേക പ്രസ്താവനയിലൂടെ അക്കാര്യം ഉറപ്പ് നൽകുകയായിരുന്നു. ഏതായാലും വളരെ പ്രധാനപ്പെട്ട നീക്കമാണ് സർക്കാർ ഇതിൽ നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ MLA-മാരെല്ലാം സഭയ്ക്ക് പുറത്താണ്. ഭിന്നശേഷി സമരവുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവ സഭകളുടെ വലിയ ആവശ്യമായിരുന്നു ഇത്തരത്തിൽ അവരുടെ ആശങ്കകൾ പരിഹരിക്കണമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരമൊരു നീക്കമാണ് സർക്കാർ ഇന്ന് നടത്തിയത്. അത് ക്രൈസ്തവ സഭകൾ ഭാഗത്തുനിന്ന് കൃത്യമായ ഒരു സമ്മർദ്ദത്തിൻ്റെ ഫലം കൂടിയാണ് ആ നീക്കമെന്ന ഉറപ്പാണ്. അതാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട കാര്യം. കേരള കോൺഗ്രസ് എമ്മിനടക്കം ആ വിഷയത്തിലൊരു പ്രത്യേക നിലപാട് ഉണ്ടായിരുന്നു. ഏതായാലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കുമൊക്കെ വളരെ പ്രധാനപ്പെട്ട ചർച്ചകളാണ് നടക്കുന്നത്. ഇപ്പോൾ കേരള കോൺഗ്രസ് എമ്മിൻ്റെ പ്രതികളടക്കം ഇവിടെ ഉണ്ട്. ഭിന്നശേഷി സമരവുമായി ബന്ധപ്പെട്ട് സഭയിലൊരു ചട്ടം 300 പ്രസ്താവന ഇന്ന് മന്ത്രി വി ശിവൻകുട്ടി വിദ്യാഭ്യാസ നടത്തി. എത്രത്തോളം NSSനെ കിട്ടിയ പോലെ തന്നെയുള്ള ആനുകൂല്യങ്ങൾ ഈ സർക്കാർ മറ്റ് മാനേജ്മെൻറ്റുകൾക്ക് നൽകാൻ തയ്യാറാണ് എന്ന് സുപ്രീം കോടതിയിൽ അപ്ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ആ സുപ്രീം കോടതി പറഞ്ഞ കാര്യങ്ങളാണ് ഇന്ന് സഭയുടെ മേശപ്പുറത്ത് ചട്ടം 300 പ്രകാരം മന്ത്രി ശിവൻകുട്ടി അവതരിപ്പിച്ചത്. സഭകൾക്കൊരു ആശങ്കയുണ്ടായിരുന്നു. സർക്കാർ ആശങ്കകളെല്ലാം പരിഹരിക്കപ്പെട്ടു. സർക്കാർ തുറന്ന മനസ്സോടെ 2 കൈ നീട്ടി സഭയുടെ ആവശ്യങ്ങൾ പരിഗണിച്ചിരിക്കുകയാണ്. ഇനി അവർക്ക് ആശങ്കയുടെ അടിസ്ഥാനം ഇല്ല. അത് സുപ്രീം കോടതിയിൽ കിടക്കുന്ന വിഷയമായതുകൊണ്ട് സുപ്രീം കോടതി കൺകറൻസ് കിട്ടുമ്പോൾ കൃത്യമായി നടപടി ഉണ്ടാവും. അതാണ് പ്രതികരണം. സർക്കാർ സുപ്രീം കോടതി നൽകിയ ഉറപ്പ് തന്നെയാണ്. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ സഭയിൽ കൂടി അത്തരമൊരു ഉറപ്പ് മന്ത്രി നൽകുന്നു. ഒരു തരത്തിലുള്ള ആശങ്കയ്ക്കും അടിസ്ഥാനമില്ല. ഭിന്നശേഷി സമരവുമായി ബന്ധപ്പെട്ട വിഷയം സുപ്രീം കോടതി പരിഗണനയിലാണ്. അത് മാറുന്ന മുറയ്ക്ക് അവിടുത്തെ നിയമ കുരുക്ക് ഒഴിവാകുന്ന മുറയ്ക്ക് അതുമായി ബന്ധപ്പെട്ട നടപടികളുമായി സഭകൾക്ക് മുന്നോട്ട് പോകാമെന്ന ഉറപ്പാണ് ഇപ്പോൾ വീണ്ടും സഭയിലൂടെ ഒരു തവണ കൂടി സർക്കാർ നൽകുന്നത്. ഒരു കാരണവശാലും ക്രൈസ്തവ സഭകൾ സർക്കാരിൽ നിന്ന് ഇടതുമുണ്ട് അകന്നു പോകാൻ പാടില്ല എന്ന കൃത്യമായ ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു രാഷ്ട്രീയ നീക്കമായി കൂടി ഇന്നത്തെ ചട്ടം 300 പ്രസ്താവനയെ കാണണം. സജിത്ത്, കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.